പിതാക്കന്മാരുടെ പ്രത്യേക അനുമതിയോടും ആശീർവാദത്തോടും കൂടി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ് പുതുപ്പള്ളി പള്ളി. 40-ൽ പരം ദേവാലയങ്ങളുടെ മാതൃ ദേവാലയമാണ് ഈ പള്ളി. ഭാരതത്തിലെ പ്രഥമ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. ആദിയും വ്യാധിയും അകറ്റുന്ന മധ്യസ്ഥനാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിൽ ഓരോ വർഷവും വന്നുചേരുന്നത്. സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്ന് കണ്ണുനീരോടുകൂടി തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കും അവരുടെ പ്രതിസന്ധികൾക്കും ഒക്കെ ദൈവസന്നിധിയിൽ നിന്ന് പരിഹാരം ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ആയിരങ്ങളെ ഈ ദേവാലയത്തിൽ ഈ പുണ്യഭൂമിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഇവിടെ അറിയിക്കട്ടെ. ജീവിത പ്രശ്നങ്ങൾ മാത്രമല്ല, സാമ്പത്തിക ഭാരങ്ങൾ അനുഭവിക്കുന്നവരും ഈ കരുണയുടെ വാതിൽ വന്ന് മുട്ടിവിളിക്കുന്നുണ്ട്. ആരെയും ഇവിടെ വെറും കൈയായി പറഞ്ഞയക്കാറില്ല. ഇവിടെ കടന്നു വരുന്നവർക്ക് മിക്കവാറും ദിവസങ്ങളിലും ഒരാണ്ടിന്റെ പകുതിയിൽ കൂടുതൽ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇവിടെ ഉച്ചഭക്ഷണം ഒരുക്കുന്നുണ്ട്. കേവലം ഒരു ഭക്ഷണം കഴിക്കുക എന്നതിലുപരിയായിട്ട് വിശുദ്ധന്റെ സന്നിധിയിൽ വന്ന് കഴിക്കുന്ന ഒരു നേർച്ച, അത് സ്വീകരിച്ച് സായുജ്യമടഞ്ഞാണ് ആളുകൾ മടങ്ങിപ്പോകുന്നത്. അതുപോലെ മക്കളെ വിവാഹം കഴിച്ചയക്കുവാൻ പെടാപ്പാട് പെടുന്ന അനേകർ ഇവിടെ അപേക്ഷിക്കാറുണ്ട്. രോഗങ്ങളിൽ വലയുന്നവര്, നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങള് ഒത്തിരിയേറെ പടർന്ന് ഇരിക്കുന്ന കാലഘട്ടം. എല്ലാവർക്കും കൊടുക്കുവാൻ തക്കവണ്ണം പരമാവധി ശ്രമിക്കുവാറുണ്ട്. എന്നാൽ നമുക്കറിയാം സമീപകാലത്തുണ്ടായ ചില സാമ്പത്തികമായ ചില നിയന്ത്രണങ്ങൾ മൂലം മുൻപ് കാലത്ത് ചെയ്തിരുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് സഹായഹസ്തം നീട്ടുവാൻ സാധ്യമാകുന്നില്ല. എങ്കിലും പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് രോഗികൾക്കും അശരണർക്കും അതുപോലെ വിവാഹ സഹായം ആവശ്യപ്പെടുന്നവർക്കും ഒക്കെ, വിദ്യാഭ്യാസ സഹായം ആവശ്യപ്പെടുന്നവർക്കും ഒക്കെ ആവും വിധം ഈ പള്ളി ദൈനംദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 4 വീടുകളാണ് പണിത് തീർത്ത് കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. എന്നാൽ ജനുവിനായിട്ടുള്ള അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പള്ളി കുറച്ചുകൂടി അക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകയും 4ന്റെ സ്ഥാനത്ത് 8 വീടുകളുടെ താക്കോലാണ് ഇന്ന് ഇവിടെ ദാനം ചെയ്യുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത, മദ്യപാനം നിർത്തിയവരായ ആളുകള് അവർ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം ആൽക്കഹോളിക് അനോണിമസ് അതിന്റെ ഒരു യൂണിറ്റ് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഈ മദ്യപാനത്തിൽ നിന്നും ആളുകൾ പിന്തിരിയുന്നത് എത്രയേറെ ആശ്വാസം പകരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഹൃദയപൂർവ്വം ഓർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലയളവില് പ്രായമായവര് 60-70 വയസ്സ് കഴിഞ്ഞവരൊക്കെ പലപ്പോഴും വീടുകൾക്ക് ബാധ്യതയായി തീരുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നു. എന്നാൽ ഈ ദേവാലയത്തില് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കൂട്ടായ്മയുണ്ട്. സാന്ത്വനം പകൽ വീട് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം മുഴുവൻ ഈ പ്രായത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചില കലാപരിപാടികളൊക്കെ അവർ അവതരിപ്പിക്കുകയും അവരുടെ പഴയ സ്മരണകൾ പുതുക്കുകയും അതുപോലെ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം, നല്ല ക്ലാസ്സുകളും ചിന്തകളും ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്നു. യോഗ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ഇവിടെ ക്രമപ്പെടുത്തുന്നു. ഓരോ വ്യത്യാസമില്ലാതെ
എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഈ പുതുപ്പള്ളി പള്ളി. മനഃശാന്തിക്കായി വിവിധ നേർച്ചകളും വഴിപാടുകളും ഇവിടെ അർപ്പിച്ചു പോരുന്നു. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ആറ്റിൽ കുളിച്ച് ശുദ്ധി വരുത്തി 82 തിരികളുള്ള കൽവിളക്കിൽ തിരി തെളിയിച്ച് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള 18 പടികളും ചവിട്ടി പള്ളിയുടെ അങ്കണത്തിൽ എത്തുന്നവരും ശയന പ്രദക്ഷിണം നടത്തുന്നവരും മുത്തുകുടകൾ എത്തി പള്ളിക്ക് വലം വെച്ച് പരിഹാര പ്രദക്ഷിണം നടത്തുന്നവരും അടിമസമർപ്പണവും വിറകിരിയിലും വെച്ചൂട്ടും ആദ്യ ചോറൂട്ട് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ചോറൂട്ട് നടത്തുന്നതും ഒക്കെ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളാണ്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ്. ഈ മണ്ണിൽ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പാരമ്പര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് ഈ സ്ഥലത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. കൽപ്പിച്ച് ക്രമീകരിച്ചതിന് ശേഷം അഭിമന്യ ദിയോസ്കോറോസ് തിരുമേനി ആദ്യമായി പങ്കുചേരുന്ന ഈ പുതുപ്പള്ളി പെരുന്നാളാണ്. ഒറ്റവാക്കിൽ തിരുമേനിയെ കുറിച്ച് പറഞ്ഞാൽ മലങ്കര സഭയ്ക്ക് ദൈവം നൽകിയ ഒരു വരദാനമാണ് മധ്യ തിരുമേനി. ഒപ്പം കോട്ടയം മെത്രാസനത്തിന് സഭ നൽകിയ ഒരു സമ്മാനമായിട്ട് തിരുമേനിയെ ഞങ്ങൾ കാണുന്നു. ചെന്നൈ ഭദ്രാസനത്തിന്റെയും കോട്ടയം ഭദ്രാസനത്തിന്റെയും ചുമതല ഭാരങ്ങൾക്കിടയിലും ഈ പുതുപ്പള്ളി പള്ളിയോട് തിരുമേനിക്ക് വലിയൊരു വാത്സല്യവും സ്നേഹവും കരുതലുമുണ്ട്. ആ സ്നേഹവും കരുതലുമാണ് സഭയുടെ സുന്നത സെക്രട്ടറിയായി ഒക്കെ ധാരാളം ജോലി തിരക്കുകൾക്കിടയിലും ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ തിരുമേനി സന്നദ്ധനായത്. ഏറെ സന്തോഷത്തോടുകൂടി അഭിമന്യ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പുതുപ്പള്ളിയിലെ മുതിർന്നവർ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി ആഘാത കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന പ്രൊഫസർ KP ജോയ്സ് സാർ കളപ്പുരയ്ക്കുന്നതിനെയും ഊഷ്മളമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് ഇടവകയുടെ സഹവികാരിമാര്, പള്ളിയുടെ 2016-17 ഭരണസമിതി അംഗങ്ങൾ, ട്രസ്റ്റിമാർ, സെക്രട്ടറി, യോഗത്തെ വൻ വിജയമാക്കി തീർക്കുന്ന എല്ലാ ഇടവകാംഗങ്ങളും, നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസി സമൂഹത്തെയും പ്രിയങ്കരായ എല്ലാ നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. നന്ദി ഫാദർ. അധ്യക്ഷ പ്രസംഗത്തിനായി കോട്ടയം ഭദ്രാസന സഹാനുഭൂത അഭിമന്യ ഡോക്ടർ യോഹന്നാൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയെ സാദരം ക്ഷണിച്ചു വരുന്നു. ദൈവനാമത്തിന് ബോധമുണ്ടായിരിക്കട്ടെ. യോഗത്തിന്റെ ഉദ്ഘാടകൻ മലങ്കര സഭയുടെ അഭിമാനം, പുതുപ്പള്ളി പള്ളിയുടെ അരുണസന്താനം, മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സഹോദരങ്ങൾ, അവാർഡ് സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, സിസ്റ്റർ ലൂസി കുര്യൻ, മലങ്കര സഭയുടെ സ്ഥാനികളായി ചുമതലയേറ്റ് വന്നിരിക്കുന്ന ഡോക്ടർ ജോർജ് പോൾ, അഡ്വക്കേറ്റ് വിജു ഉമ്മൻ, വന്ദരായ ഇടവ വികാരി ഉൾപ്പെടെയുള്ള വൈദികരെ, മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സുപ്രസിദ്ധ കലാകാരൻ ഫഹദ് ഫാസിൽ, പ്രിയപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ത്രിയേക ദൈവനാമത്തിൽ സ്നേഹവന്ദനം.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുന്നു. എല്ലാ വർഷവും മലങ്കര സഭയുടെ പ്രധാന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയുടെ പെരുന്നാളിനോട് ചേർന്ന് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്ന പതിവുണ്ട്. സമൂഹത്തിന് സംഭാവന നൽകുന്ന വിശിഷ്ട വ്യക്തികളെ അവിടെ നാം ആദരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ സമ്മേളനം വളരെ അനുഗ്രഹപ്രദമായി സംഘടിപ്പിച്ചതായ ഇടവയുടെ വികാരിയെയും സഹവികാരിമാരെയും ഈ ദേവാലയത്തിന്റെ ചുമതലക്കാരെ മുഴുവനെയും ഇവിടുത്തെ ദൈവമക്കളെയും ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ പേര് സാംസ്കാരിക സമ്മേളനം എന്നാണ്. ഭാരത സംസ്കാരം അതല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന്റെ സംസ്കാരം അവയുടെ തനിമയെ വിളിച്ചോതുവാൻ വേണ്ടി സഭാമക്കൾ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു പൗരാണിക അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭയിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഈ സമ്മേളനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്നത്തെ സംസ്കാരം ഒന്നുകിൽ മുറിഞ്ഞത്, അതല്ലെങ്കിൽ വികലമായത്. സംസ്കാരം എന്നത് വളരെ പോസിറ്റീവായിരിക്കുന്ന ഒരു ടേമാണ്, ഒരു പദമാണ്. പക്ഷെ നാം ഇന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുറിഞ്ഞുപോയ ഒന്ന് അല്ലെങ്കിൽ വികലമായ ഒന്ന്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ പോലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സഹോദരൻ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് ഇപ്പൊ മുഴുവനും വിളിക്കത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോ എന്ന് വിളിക്കുന്നുണ്ട്. ബ്രദർ എന്നതിന് പകരമായിട്ട് ബ്രോ എന്നേ പറയുള്ളൂ. സിസ്റ്റർ എന്നുള്ളതിന് ഷീ വല്ലതും ആയിരിക്കാം. എന്തായാലും പൂർണ്ണത മാറി മുറിഞ്ഞതും വികലമായതുമായ തത്വങ്ങളിലേക്ക് സമൂഹം വന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ബ്രദറാണെന്നും അമ്മ അമ്മയാണെന്നും അപ്പൻ അപ്പനാണെന്നും പുരോഹിതൻ പുരോഹിതനാണെന്നും ഫഹദ് ഫാസിലാണെന്നും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പഴയ തത്വമുണ്ട്. ആ പഴയ തത്വം ഉറപ്പിക്കേണ്ടതിന്റെ ഒരു സമ്മേളനമായിട്ടാണ് നാം ഈ സമ്മേളനത്തെ കാണേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മാതൃത്വവും പിതൃത്വവും സാഹോദര്യവും മത വർഗ വർണ്ണ സമുദായ പരിമിതികൾക്ക് അപ്പുറമായി നിൽക്കുന്ന എല്ലാ സൗഹൃദവും നിറഞ്ഞു തുളുമ്പാൻ വേണം, വിളിച്ചുകൂട്ടുന്ന ഒരു സമ്മേളനമായിട്ട് വേണം ഇതിനെ കാണുവാൻ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും നിലനിർത്തുവാൻ നമ്മുടെ ഈ കൂടിവരവുകൾ ഇടയാകട്ടെ എന്നും പെരുന്നാൾ ആചരണങ്ങൾ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പുതുപ്പള്ളി പള്ളി മലങ്കര സഭയെ സംബന്ധിച്ച് അതിന്റെ മുത്താണ്, അതിന്റെ തങ്കമാണ്. പുതുപ്പള്ളി പള്ളി പോലെ ഒരു ദേവാലയത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ സഭയുടെ മുഴുവൻ നിറവും പൂർണ്ണതയും അങ്ങനെ ഒരു സമ്മേളനത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യവുമാണ്. കാരണം ഇത് സഭയുടെ തന്നെ പൗരാണികതയും പാരമ്പര്യതയും അതുപോലെ തന്നെ അപ്പോസ്തോലികതയും വിളിച്ചറിയിക്കുന്നതായ വലിയൊരു ദേവാലയമാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ മലങ്കരയുടെ മുത്ത് എന്ന വാക്കിൽ വിശേഷിപ്പിച്ചത്. ധാരാളം നേതാക്കളെ, അത് സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും കലാവേദികളിലായാലും സംഭാവന ചെയ്തിട്ടുള്ളതായ ഒരു ദേവാലയമാണ്. ഒരു നീണ്ട പട്ടിക
നല്ലതുപോലെ എല്ലാ തലങ്ങളിലുമുള്ളവർ. അതിലൊരാളാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി, നാം ഇപ്പോഴും സ്നേഹത്തോടെ കാണുന്നതായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അവരിലും. അതുപോലെ പേരെടുത്ത് പറയുവാൻ തക്കവണ്ണം ഒരു നീണ്ട നിരയുള്ള ഒരു ദേവാലയത്തിൽ ആണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു പറയട്ടെ. അധ്യക്ഷ പ്രസംഗം നീണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന പലതും അത് ചുരുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ മലങ്കര സഭയ്ക്ക് വേണ്ടിയും സഭയുടെ മുത്തായ പുതുപ്പള്ളി പള്ളിക്ക് വേണ്ടിയും ബലഹീനനായ ഞാൻ ഒറ്റ വാക്കിൽ ആദരിച്ചു വരട്ടെ. പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് കുര്യൻ അവർ മലങ്കര സഭയുടെ ഒരു ബന്ധുവും സ്നേഹിതനും, സഭയ്ക്ക് ധാരാളം സംഭാവനകൾ തൻ്റെതായ വ്യക്തി ജീവിതത്തിലൂടെ പകർന്നു നൽകിയിട്ടുള്ള ഒരാളാകുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തികം കൊണ്ടും എല്ലാ തലങ്ങളിലൂടെയും സഭയെ തന്റെ ഒരു ബന്ധുവായി കണക്കാക്കി തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാളിനെയാണ് സെന്റ് ജോർജ്, ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന ബഹുമതി നൽകി ആദരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. തുടർന്നും അദ്ദേഹത്തിന്റെ അതേ വഴി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രിയപ്പെട്ട സിസ്റ്റർ ലൂസി കുര്യൻ ദൈവത്തിന്റെ സ്നേഹത്തെ കരുണയായി സമൂഹത്തിലേക്കും തലമുറകളിലേക്കും തൈലമായി ഒഴുകിക്കൊടുക്കുന്നതായ ഒരു മഹതി. ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് അച്ഛൻ മദർ തെരേസയ്ക്ക് തുല്യമായി കണക്കാക്കിയെങ്കിൽ കേരളത്തിൽ ഇതുപോലെയുള്ള തെരേസ അമ്മമാർ രൂപപ്പെട്ടു വരട്ടെ എന്ന് ഈ ഒരു മഹതിയെ മാതൃകയാക്കി ബലഹീനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആദരവുകളും ബലഹീനായ ഞാൻ നേർന്നു കൊള്ളട്ടെ. മലങ്കര സഭയിലെ സ്ഥാനികൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് പോൾ മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റിയായി സഭ തെരഞ്ഞെടുത്തിരിക്കുന്ന വളരെ വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ്. ഡോക്ടർ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറിയായി സഭ സ്നേഹത്തോട് സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ എം ഒ ജോണച്ചൻ ഇവിടേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ വളരെ ദൂരെയുള്ള ഒരു ദേവാലയത്തിൽ ഒരു വൈദികനായി എന്നതുകൊണ്ട് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ട് ഓടിയെത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് പോൾ സാറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബിജു ഉമ്മനും വന്ദനായ ഡോക്ടർ എം ഒ ജോണച്ചനും അവരോട് ചേർന്ന് കോട്ടയം ഭദ്രാസനത്തിൽ നിന്ന് മലങ്കര സഭയുടെ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വെല്ലിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരും സഹോദരനും അവരുടെ എല്ലാവരുടെയും പേര് ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മലങ്കര മെത്രാപ്പോലിത്തയുടെ സഭാഭരണത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ശക്തി പകരുവാനുമുള്ള കരങ്ങളായി അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവരെയും ആദരിക്കുന്നു. പ്രിയപ്പെട്ട കലാകാരൻ സിനി ആർട്ടിസ്റ്റ് ഫഹദ് ഫാസിൽ, നല്ല പ്രകാശത്തിന്റെ മുഖം, ഒരൽപ്പം കുസൃതി കഷണ്ടിയുടെ ഉടമ, വളരെ ഭംഗിയായി ചെറുപ്പക്കാർ മുഴുവനും ഒരുപോലെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരാള്. ഞങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടും ഒരാൾ പോലും മിണ്ടിയില്ല. ഫഹദ് ഫാസിലിന്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ചിയേഴ്സ് വിളിക്കുന്നത് കേട്ടു. വളരെ സന്തോഷം. കുട്ടികളെ നന്മയിലേക്ക് ആകർഷിക്കുക. എല്ലാ സ്വാഗതവും ആദരവും ബലഹീനായ ഞാൻ സഭയ്ക്ക് വേണ്ടിയും പുതുപ്പള്ളി പള്ളിക്ക് വേണ്ടിയും നേരുന്നു. ഇവിടെ അടുത്തു നിന്നും അകലെ നിന്നും ധാരാളം ദൈവമക്കൾ വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സോമൻ അവരുകൾ, അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യനോട് ചേർന്ന് വന്നിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഐ തിങ്ക് they don't speak Malayalam, they speak English on behalf of the Malankara Orthodox Syrian Church and the Puthupalli Church.
I welcome you to our midst. May God bless you. I'm very happy to meet you here. ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മുഴുവനും ഞാൻ ആദരിക്കുന്നു. മലങ്കര സഭയുടെ മക്കളും ഈ ദേശത്തിന്റെ മക്കളും അനുഗ്രഹീതരായി വാഴുക. പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദാ മലങ്കര സഭയുടെയും ഭാരതത്തിന്റെയും സംസ്കാരം അതിന്റെ തനിമയെ നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കിയെങ്കിൽ ആ ഒരുക്കം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന് നല്ല വിളക്കായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പുതുപ്പള്ളിയുടെ അഭിമാനവും പുതുപ്പള്ളി പള്ളിയുടെ ഭാഗവും കേരളത്തിന്, ഭാരതത്തിന്, ലോകത്തിന് തന്നെ മാതൃകയുമായ ബഹുമാനപ്പെട്ട കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ വിളക്ക് തെളിയിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം ക്ഷണിച്ചിരുന്നു. ജോർജിയൻ ചാരിറ്റി അവാർഡ് എന്ന് നൽകുന്ന സേവന രംഗത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഭയായി മാറിയിട്ടുള്ള സിസ്റ്റർ ജോസി കുര്യൻ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി, സിനിമ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ നടൻ ശ്രീ ഭഗത് ഫാസിൽ, നമ്മുടെ സഭയുടെ സാരഥികൾ ഡോക്ടർ ജോർജ് പോൾ, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, വികാരി അച്ഛൻ ഫാദർ കുര്യൻ തോമസ് കരിപ്പാൻ, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് സമയമെടുക്കുന്നില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ കൂടി ഒരു അതിഥിയല്ല, ആതിഥേയനാണ്. എൻ്റെ പ്രസംഗം കേൾക്കുന്നതിന് നിങ്ങൾക്ക് പുതുമയുമില്ല. പക്ഷെ നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഉച്ച സമയത്ത് കാത്തിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ മുഖ്യ അതിഥികളെ കാണാനും അവരുടെ പ്രസംഗം കേൾക്കാനുമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രസംഗത്തെ കടക്കുന്നേയില്ല. പക്ഷെ എനിക്ക് ഈ യോഗം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഇവിടുത്തെ ട്രസ്റ്റിമാരും ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിക്കാരും അടങ്ങുന്നവരെ പ്രത്യേകമായിട്ടൊന്ന് അഭിനന്ദിക്കാൻ. ഇതുപോലെ പ്രൗഢഗംഭീരമായ പരിപാടി ഒരുപക്ഷെ നമ്മുടെ സഭയിൽ വളരെ കുറവായിരിക്കാം. എല്ലാ വർഷവും ഏറ്റവും അച്ചടക്കത്തോടെ ഏറ്റവും ഹൃദ്യമായ നിലയിൽ സംഘടിപ്പിക്കുന്ന ഈ പള്ളിയിലെ സാരഥികളെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുക. നമ്മുടെ പാരമ്പര്യം, പുതുപ്പള്ളി പള്ളിയുടെ പാരമ്പര്യം, അത്
വളരെയധികം നമ്മൾ അഭിമാനത്തോടെ എന്നും ഓർക്കുന്നതാണ്. എല്ലാ മതസ്ഥർക്കും വരാനും പ്രാർത്ഥിക്കാനും എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാനും സാധിക്കുന്ന ഈ പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുപ്പള്ളി പെരുന്നാളും ഇപ്പോൾ ഇതാ എല്ലാ വർഷവും നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും എല്ലാം വളരെ ഹൃദ്യമായിട്ടുണ്ട്. അത് തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഇന്ന് അവാർഡിന് അർഹരായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ, ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഈ അവാർഡിന് ഏറ്റവും അർഹരായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം ഒരു സക്സസ്ഫുൾ എന്റർപ്രണറാണ്. അദ്ദേഹം ബിസിനസ് രംഗത്ത് എല്ലാ മാന്യതയും പുലർത്തി നമ്മുടെ സംസ്ഥാനത്തിന് പോലും അഭിമാനകരമായിട്ടുള്ള സേവനം വിദേശ രാജ്യങ്ങളിൽ നടത്തി പ്രശംസ പറ്റിയിട്ടുള്ള അദ്ദേഹം ഇതുപോലുള്ള അവാർഡുകളൊന്നും അങ്ങനെ സാധാരണ സ്വീകരിക്കാറില്ല. ഇവിടെ നിന്ന് ഈ പള്ളിയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന വായിച്ചാണ് അദ്ദേഹം അത് സ്വീകരിക്കാനും ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അദ്ദേഹം വിദേശത്ത് നിന്ന് ഇവിടെ എത്താനും ഇടയായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ചാരിറ്റി അവാർഡിന് അർഹയായ റവറൻഡ് സിസ്റ്റർ ലൂസി കുര്യൻ, അവ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. മാധ്യമങ്ങളിലൂടെ അവരുടെ സേവനത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവര് ഇന്ത്യയിലെ തന്നെ സേവന രംഗത്ത് ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഈ പ്രാവശ്യത്തെ ഈ അവാർഡിന് ഏറ്റവും ആ രംഗത്ത് അർഹതപ്പെട്ട ആളെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ ഫഹദ് ഫാസിൽ, അദ്ദേഹത്തെ ഞാൻ ഒന്നും പറയേണ്ടതില്ല. ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഇവിടുത്തെ പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രതികരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം സിനിമാ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചതും ഒരു പ്രത്യേക ഭാഗ്യമാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വന്നു. നമ്മളോടുള്ള പ്രത്യേക താല്പര്യമുണ്ട്. ഇവർ 3 പേരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ, വ്യക്തിപരമായിട്ടുള്ള നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സഭയുടെ സാരഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ഡോക്ടർ എം.ഒ. ജോൺ, ശ്രീ ഡോക്ടർ ജോർജ് പോൺ, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അവരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ 3 പേരും ഇന്ന് സഭാ നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷയോടുകൂടി ആളുകൾ നമ്മുടെ സഭയുടെ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, അതിലൊക്കെ ഒരു സേവന രംഗത്തൊക്കെ ഒരു മുന്നേറ്റം, ഒരു പുതിയ പ്രവർത്തന ശൈലി ആ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിന് മനസ്സുള്ളവരാണ്, കഴിവുള്ളവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവര് പ്രവർത്തിച്ച മേഖലകളിൽ അത് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളവരാണ്. അവർക്ക് അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നതിനൊക്കെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ഓർഡർ ഓഫ് സെന്റ് ജോർജ് ജോർജിയൻ ചാരിറ്റി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുന്നതിനായി അസിസ്റ്റന്റ് വികാരി ഫാദർ മാർക്കോസ് ജോണിനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പുതുപ്പള്ളി വലിയ പള്ളിയെ മലങ്കരയുടെ മുത്ത് എന്ന പേര് നൽകി വിശേഷിപ്പിച്ച കോട്ടയം ഭദ്രാസനത്തിന്റെ അഭിമന്യ യോഹന്നാൻ മോർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമനസ്, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലി ആരംഭിക്കാം. യോഗി നാമഭി സർവേശാം മൽഗതേ നാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതയോ മാം സഭേ യുക്തതമോ മത. ആരാണോ തന്നിൽ അർപ്പിതമായ കർമ്മങ്ങൾ ശ്രദ്ധാപൂർണമായി നിർവഹിക്കുന്നത്, ആ വ്യക്തിയാണ് അത്യന്തം ശ്രേഷ്ഠനെന്ന് ഭഗവത്ഗീതയിൽ
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓർപ്പിക്കുന്നു. തീർച്ചയായും ഇന്ന് ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് നൽകുവാൻ തക്കവണ്ണം നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥവത്താണ് ഈ വാക്കുകൾ. യഥാർത്ഥ മനുഷ്യസ്നേഹിയായും വിശാലവും ഉദാരവുമായ സേവന മേഖലയിലുള്ള തന്റെ കാഴ്ചപ്പാടുകളാലും ഊർജസ്വലനായ ഈ ബഹുമുഖ പ്രതിഭ ബിസിനസ് രംഗത്ത് കത്തി ജ്വലിക്കുന്ന സൂര്യനാണ്. പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന ഗ്രാമത്തിൽ ശ്രീ വർഗീസിന്റെയും ശ്രീമതി തങ്കമ്മ വർഗീസിന്റെയും പുത്രനായി ജനനം. കഠിനാധ്വാനവും സൂക്ഷ്മദർശനവും മുതലാക്കി ബിസിനസ് ലോകത്തെ അത്യുന്നതങ്ങൾ അദ്ദേഹം കീഴടക്കി. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ബഹ്റിനിലും ബിസിനസ് രംഗത്തെ ഉന്നത വിഹായസിൽ വിഹരിക്കുമ്പോഴും ലാളിത്യവും വിനയവും കൈമോശം വരാതെ ആവശ്യക്കാർക്ക് എപ്പോഴും പ്രാപ്യനായ ഒരു വ്യക്തി പ്രഭാവമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ. കേരളത്തിൽ മാത്രം ഭവനരഹിതരായ ആളുകൾക്ക് 500-ൽ പരം ഭവനങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു നൽകുകയും 600-ൽ പരം സമൂഹ വിവാഹങ്ങൾ അദ്ദേഹം നേതൃത്വമെടുത്ത് നടത്തുകയും ചെയ്തു. ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം സംഘടനകൾ വഴി നടത്തപ്പെടുന്ന അനാഥാലയങ്ങൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ഏതാണ്ട് 5 കോടിയിൽ പരം തുക അദ്ദേഹം സംഭാവനയായി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഭവനരഹിതർക്കായിട്ടുള്ളതായ പദ്ധതിയിലേക്ക് VKL ഗ്രൂപ്പ് 2 കോടി രൂപയാണ് സംഭാവനയായി നൽകിയത്. കേരളത്തിലും ബാംഗ്ലൂരിലും ഹൗസിംഗ്, ഹോട്ടൽ, വിദ്യാഭ്യാസ മേഖലകളിലേക്കായി ഏതാണ്ട് 2000-ഓളം കോടിയിലധികം പണം ഈ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നതരായ ചില വ്യക്തികൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു നിർവചനം കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഡോക്ടർ വർഗീസ് കുര്യൻ പാവങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ദൈവ സമ്മാനമായി അവതരിച്ചവരും ഇച്ഛാശക്തി കൊണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കി എന്തും കൈപ്പിടിയിൽ ഒതുക്കി ജനസേവനത്തിനും സമൂഹ നന്മയ്ക്കും ഉതകുന്ന വിധം അദ്ദേഹത്തിന്റെ കഴിവുകളെ വിനിയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തതായ നിർവചനം. അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് 2014-ൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. 2012-ൽ NRI ബിസിനസ് ഓഫ് ദി ഇയർ അവാർഡും 2013-ൽ ബെസ്റ്റ് പെർഫോമൻസ് അച്ചീവ്മെന്റ് അവാർഡും നേടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭ്യമായ ചില അവാർഡുകളിൽ ചിലത് മാത്രമാണ്. ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി നടത്തുന്ന ട്രസ്റ്റിലൂടെ സമൂഹത്തിന്റെയും വ്യക്തികളുടെയും ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള പലതര പ്രവർത്തനങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സേവനമോ സഹായമോ ലഭിച്ചിട്ടില്ലാത്ത മേഖലകൾ വളരെ വിരളമാണ് എന്ന് വേണം ചിന്തിക്കുവാൻ. കാരണം
ഇദ്ദേഹത്തിന്റെ ഓരോ ബിസിനസ് സംരംഭങ്ങളും സമൂഹ സേവനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള അവസരങ്ങളായി അദ്ദേഹം കാണുകയും അതിനുവേണ്ടി തന്നാലാവും വിധം ചെയ്യുന്ന ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായ അദ്ദേഹം പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് നാം നൽകുന്നതായ ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് വാങ്ങുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതുപ്പള്ളി പുണ്യവാളന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണമേ എന്ന പ്രാർത്ഥനയോടെ ഡോക്ടർ വർഗീസ് കുര്യനെ സദസ്സിന്റെ മുൻപിൽ വിനയപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ജോർജിയൻ ചാരിറ്റി അവാർഡ് വിന്നർ സിസ്റ്റർ ലൂസി കുര്യൻ. സമാധാനത്തെ കുറിച്ച് പട്ടാളക്കാരനോടും മഴ വരുവാൻ സാധ്യതയുണ്ടോ എന്ന് ഗ്രാമീണ കർഷകനോടും വിശപ്പിനെ കുറിച്ച് യാചകനോടും ചോദിക്കണം എന്നുള്ള ഒരു ചൊല്ല് വളരെ ശ്രദ്ധേയമാണ്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് കൃത്യമായ തലങ്ങളിൽ ഉത്തരം പറയുവാനും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാധിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്. ഇവിടെയും ജോർജിയൻ ചാരിറ്റി അവാർഡിനായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് സിസ്റ്റർ ലൂസി കുര്യൻ. മാഹേർ എന്ന മറാഠി വാക്കിന്റെ അർത്ഥം അമ്മ വീട് എന്നാണ്. ഭവനമില്ലാത്ത ആളുകൾക്കും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ കഴിയുന്ന ആളുകളെയും നിരാലംബരായിട്ടുള്ള ആളുകളെയും എല്ലാവരെയും ചേർത്ത് ഒരു ഭവനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ പേറി ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് പൂനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാഹേർ എന്ന സന്നദ്ധ സംഘടനയുടെ തുടക്കക്കാരിയാണ് സിസ്റ്റർ ലൂസി കുര്യൻ. നിസ്വരെ സഹായിക്കുക എന്ന തന്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ സിസ്റ്റർ 1997 ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. എന്നാൽ കേരളത്തിൽ മുളന്തുരുത്തി കേന്ദ്രമായി ഒരു പ്രസ്ഥാനം സിസ്റ്ററിൻ്റെതായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടുകൾക്കുപരി കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. സമസ്ത തിന്മകൾക്കും കാരണമായ മദ്യത്തിനെതിരെ ധീരമായ പോരാട്ടം നടത്തുവാൻ മാഹേർ എന്ന സംഘടന മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ ജനതയെ മദ്യത്തിന്റെ മഹാശാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ തക്കവണ്ണം ലഹരി വിമുക്ത കേരളം എന്ന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസി കുര്യന്റെ നേതൃത്വത്തിലുള്ള മാഹേർ എന്ന സംഘടനയാണ്. നിരവധി അവാർഡുകൾ സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളുടെ വഴിയിൽ എത്തുകയുണ്ടായി. കരുണയുടെ കൈത്താങ്ങലുമായി സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും ഒരാൾക്ക് കൂടിയുള്ള ഇടം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ജോർജിയൻ ചാരിറ്റി അവാർഡ് ജേതാവായി നാം തെരഞ്ഞെടുത്തിരിക്കുന്ന സിസ്റ്റർ ലൂസി കുര്യൻ ആ മഹത്വനതയുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് താങ്ങായി തീരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകട്ടെ. ക്രിസ്തുവിൽ നിന്നും നൽകുന്നതായ കരുണയുടെ ഭാവം പിന്തുടർന്ന് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ പുതുപ്പള്ളി പുണ്യവാളൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സിസ്റ്റർ ലൂസി കുര്യനെയും വേദിക്ക് മുൻപിൽ വിനയപൂർവ്വം പരിചയപ്പെടുത്തുന്നു. നന്ദി. നന്ദി ഫാദർ. ഓർഡർ ഓഫ് സെന്റ് ജോർജ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി പുതുപ്പള്ളി പള്ളി നൽകി വരുന്ന ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി BKL ഹോൾഡിംഗ്സ് ആൻഡ് അൽനമൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യന്
ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി ശ്രീ ഉമ്മൻചാണ്ടിയും അഭിമന്യ തിരുമേനിയും ചേർന്ന് സമർപ്പിക്കുന്നു. ട്രസ്റ്റിമാർ ഉപഹാരം കൈമാറുന്നു. ബഹ്റൈൻ വ്യാവസായിക ലോകത്തെ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. കോട്ടയം SN കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം 1986 ബഹ്റൈനിലെത്തുന്നത്. ഐഷർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 6 വർഷത്തോളം മാനേജ്മെന്റിന് പ്രവർത്തിച്ചതോടെ പിന്നീട് സ്വന്തം സംരംഭങ്ങൾക്ക് തുടർന്നു. നിശ്ചയദാർഢ്യം നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ബഹ്റൈനിലെ ശ്രദ്ധേയനായ ഇന്ത്യൻ സംരംഭകനായ ഡോക്ടർ വർഗീസ് കുര്യന് കഴിഞ്ഞു. വ്യവസായ രംഗത്തെ വളർച്ചയ്ക്കൊപ്പം കാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മുൻപേ നടക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യനെ തേടി ഒട്ടേറെ പുരസ്കാരങ്ങളെത്തി. ബഹ്റൈൻ വ്യവസായ മേഖലയുടെ പ്രവർത്തന കരുത്തുമായി ഇന്ത്യൻ വിപണിയിൽ മികവറിയിക്കാനാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ശ്രമം. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ 2000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലക്ഷ്യം. കേരളത്തിലെ 500 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയ അദ്ദേഹം 600 വിവാഹങ്ങൾക്ക് ധനസഹായമേകി. അച്ഛൻ വർഗീസ് വർഗീസിനെയും അമ്മ തങ്കമ്മ വർഗീസിനെയും ഓർമ്മയ്ക്കായുള്ള ട്രസ്റ്റാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഭാര്യ ലിസിയും മക്കളായ സിജ, ഷീബൻ, വൈശാഖ് എന്നിവരും ഡോക്ടർ വർഗീസ് കുര്യന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. ഡോക്ടർ വർഗീസ് കുര്യൻ, ഈ ബഹുമതി താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരട്ടെ. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ വർഗീസ് കുര്യനെ സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദ തിരുമേനി, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ, പ്രശസ്ത സിനിമാതാരം ഫഹദ് ഫാസിൽ, ഇവിടെ എന്നോടൊപ്പം ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ, വേദിയിലും സദസ്സിൽ കഴിയുന്ന എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. കാരണം കേരളത്തിലെ തന്നെ അതിപുരാതനമായ നാനാജാതി മതസ്ഥരും ഒരേപോലെ വിശ്വാസമർപ്പിക്കുന്നതുമായ അർപ്പിച്ചു വരുന്നതുമായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേരിലുള്ള ഈ അവാർഡ് എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, ഈ അവാർഡിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത കമ്മിറ്റി മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, എല്ലാവർക്കും ഉപരി ദൈവത്തോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ വർഗീസ് കുര്യൻ. ജോർജിയൻ ചാരിറ്റി അവാർഡ് മാഹിർ സ്നേഹഭവൻ ഡയറക്ടർ സിസ്റ്റർ ലൂസി കുര്യന് ശ്രീ ഉമ്മൻചാണ്ടിയും അഭിനന്ദ തിരുമേനിയും ചേർന്ന് അവാർഡ് സമർപ്പിക്കുന്നു. മാഹിർ എന്ന വാക്കിന്റെ അർത്ഥം അമ്മ വീട്. അനേകായിരങ്ങൾക്ക് ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് വഴികാട്ടുകയും നിരാലംബരും നിസ്സഹായമായ കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും മാനസിക രോഗികൾക്കും സംരക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായി പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സിസ്റ്റർ ലൂസി കുര്യൻ എന്ന മലയാളി ആരംഭിച്ച മാഹിർ. ജാതി മത കർഷക രാഷ്ട്രീയമായ ചിന്തകൾക്ക് അതീതമായ സ്നേഹസേവന സംരംഭം. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവുള്ള സിസ്റ്ററിന് അനേകം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഒരാൾക്ക് കൂടിയുള്ള ഇടം ഇവിടെയുണ്ട് എന്നതാണ് മാഹിറിന്റെ മുദ്രാവാക്യം. ഈ അവാർഡ് സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കട്ടെ. മറുപടി പ്രസംഗത്തിനായി മാഹിർ സ്നേഹഭവൻ ഡയറക്ടർ സിസ്റ്റർ ലൂസി കുര്യനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു
12 വയസ്സുള്ളപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയതാണ്. അത് കാരണം എനിക്ക് മലയാളം നല്ലവണ്ണം അറിയില്ല. എങ്കിലും ഞാൻ മലയാളത്തിൽ തന്നെ പറയാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ 12 വയസ്സുള്ളപ്പം ഒരു ചൈൽഡ് ലേബറായിട്ട് ഞാൻ ബോംബെക്ക് പോയതാണ്. അന്ന് തൊട്ട് ഇങ്ങനെയുള്ളൊരു പണിക്കായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനൊരു മഠത്തിൽ ചേർന്നു. അങ്ങനെയാണ് ഈ പണി ചേർന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഹോളിനസ് എങ്ങനെ എനിക്ക് മലയാളത്തിൽ പറയാൻ അറിയില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം. പിന്നെ എൻ്റെ മോഡലായിട്ടുള്ള ഒരു എക്സ് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ സാറിന് എന്നെ അറിയില്ല, എൻ്റെ ആങ്ങളെന്നെ അറിയാം, ജോസിനെ. അവിടെ വീട്ടിൽ വന്ന ആരും കഴിച്ചാൽ അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ ഉള്ളതെന്ന് എനിക്കൊരു സന്തോഷമുണ്ട് കാണാനായിട്ട്. റെവറൻഡ് ഫാദർ കുര്യൻ തോമസിനോടും ഫഹാദ് ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു. അന്നേരം തന്നെ പിള്ളേരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും എന്നുള്ളത്. കാരണം ഞാൻ മൂവി കാണാറില്ല. അപ്പൊ എല്ലാവരും എന്നോട്, എൻ്റെ നെവ്യൂസ് ഒക്കെ ഇവിടെയുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒത്തിരി പേര് എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ആന്റി ഒന്ന് ഫാദറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണേ. അപ്പൊ എനിക്ക് തോന്നി ഇതായിരിക്കും ആളെന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഇവിടെയുള്ള എല്ലാ പാരീഷണേഴ്സിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ വളർത്തിവിട്ട എൻ്റെ ഒരു കുഞ്ഞു മോള്, ഒരു ഡോക്ടർ റിബ, പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഷിബിൻ അല്ലേ, ജുബിൻ, ഡോക്ടർ ജുബിനെ കല്യാണം കഴിച്ചു. ഇവിടെ എന്തോ ഒരു ക്ലാസ് 32 ഒരു ഡെന്റൽ നിന്നാണ്. അത് കാരണം ഈ പള്ളിയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഈ പാരീഷിലോട്ടോ ഇങ്ങോട്ടോ വന്നിരിക്കുന്ന ആളെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കത് ഞാൻ എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരുന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഈ ബോംബെ ചെന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ ചേരി ഇങ്ങനെ ആൾക്കാർ താമസിച്ചു. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നെന്നുള്ളത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം പാവപ്പെട്ട ആൾക്കാരാണ്, ഓടി കിടക്കുന്നവരാണ്. അങ്ങനെ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി. ഇതെന്ത് കാരണം? അങ്ങനെ ഞാൻ മദർ തെരേസനെ കണ്ടു. മദർ തെരേസന്റെ കൂടെ ചേർന്ന് ആഗ്രഹിച്ചു. ഒരു 17-18 വയസ്സായപ്പം ഞാൻ മദർ തെരേസന്റെ ഫോം ഫില്ലപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ചാച്ചനോടും അമ്മയോടും പറയാം ഞാൻ മദർ തെരേസന്റെ വീട്ടിൽ കൂടെ പോകാനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചാച്ചൻ ഭയങ്കര കരച്ചിൽ, അമ്മ അതിലും കൂടുതൽ. അമ്മ പറഞ്ഞു അതിലും പോകാൻ പറ്റില്ല. അപ്പൊ അവർ വിചാരിച്ചത് മദർ തെരേസ ഈസ് പിക്കിംഗ് അപ്പ്, പിന്നെ കുഷ്ഠരോഗികളെയാണ് അവരെടുക്കുന്നത്. അപ്പൊ നിനക്കും കുഷ്ഠരോഗം വരും എന്നുള്ളൊരു വിചാരം വന്നു. അവരെന്നോട് പോരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവരെ സംഘടിപ്പിക്കുന്ന, അവരെ ദുഃഖിക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവിടെ പോയില്ല. എന്നാലും ഈ ചെറിയ വന്ന് കിടക്കുന്ന ആൾക്കാരെ ഞാൻ കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഞാനൊരു ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ കണ്ടു. ആ ഹോളി ക്രോസ് സിസ്റ്ററിന്റെ കൂടെ ഞാൻ അവരോട് ഇറങ്ങി. ആ സിസ്റ്റർ അവരെന്നെ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ ആ മഠത്തിൽ ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എങ്കിലും ഞാൻ 10 കൊല്ലം സന്തോഷത്തോടെ ആ കോൺവെന്റിൽ ഞാൻ താമസിച്ചു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സ്ത്രീ, ഞാനൊരു വില്ലേജ് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 7 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു, ആശ്രയം തേടി. മഠത്തിന്റെ നിയമപ്രമാണം എനിക്ക് അങ്ങനെ ആ ഒരു സ്ത്രീനെ എടുക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ സിസ്റ്റർ എനിക്ക് ഒരു രാത്രി ആശ്രയം തരാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നിയമപ്രമാണം നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ നമ്മുടെ വീട്ടിലോട്ട് എടുക്കത്തില്ല. ഞാൻ ആ സ്ത്രീനെ തിരിച്ചു വിട്ടു. അന്ന് രാത്രി തന്നെ അതിൻ്റെ ഭർത്താവും പുള്ളിക്കാരിയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിക്കാണ്, എനിക്കറിയില്ല എന്താ പറ്റിയെന്നുള്ളത്. കെറസിൻ മണ്ണെണ്ണ ഒഴിച്ച് ആ സ്ത്രീനെ അതിൻ്റെ ഭർത്താവ് കത്തിച്ചു. ഞാൻ കേൾക്കുന്നത് ഒച്ചപ്പാടും ബഹളവും കേട്ടോണ്ട് ഞാൻ ഓടിച്ചെന്ന് എന്നാന്ന് അറിയില്ല. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആശ്രയം തേടി വന്ന സ്ത്രീയാണ് കത്തുന്നതെന്നുള്ളത്. രക്ഷിക്കാനായിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് ഓടി. അവരെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള നോക്കി. ഞങ്ങളൊരു വില്ലേജിലായിരുന്നു. ഒരു കാറോ റിക്ഷയോ ഒന്നുമില്ല. എങ്ങനെയൊക്കെ വാരി എടുത്തു, ഒരു റിക്ഷ കിട്ടി. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു.
ഞാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ സ്ത്രീ മരിച്ചുപോയി. എനിക്ക് ഈ കഥ പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ആ കൊച്ചും ആ സ്ത്രീയും അന്ന് രാത്രി പോയി. അതിനുശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യും, ഞാൻ ഇങ്ങനെ മഠത്തിലിരുന്ന് ജീവിച്ചിട്ട് എന്താ കാര്യം. അങ്ങനെ ഞാൻ ധൈര്യത്തോടെ ഞങ്ങളുടെ മദറിൻ്റെ അടുത്ത് ചെന്നു ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവർക്ക് അത് അതിനുള്ള താല്പര്യമില്ലായിരുന്നു. അവരെന്നോട് ചോദിച്ചു, നിനക്കറിയാവോ എന്തോരം പൈസ ചെലവാകും, നീ എന്താണ് ഈ ചിന്തിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെത്താൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ എന്താ വേണ്ടത്, എൻ്റെ മനസ്സാകെപ്പാടെ എന്നെ ഈ റോട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടി അലട്ടുന്നു, അത് ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, ഇല്ല ഇതിനെപ്പറ്റി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മദറിനെ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതിനു വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എന്നെ വിടാൻ ഭയങ്കര മടിയായിരുന്നു. അന്നേരം അവരെന്നോട് പറഞ്ഞു, നീ പണത്തിന് പോകേണ്ട കാര്യമില്ല ലൂസി, നീ നിന്നോ, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണി നീ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു അനുവാദം കിട്ടി അവരുടെ അടുത്ത്. അതിനെനിക്ക് അവരോട് എപ്പോഴും നന്ദിയുണ്ട്. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ പൈസ തന്ന് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം തന്നെ എന്നെ, എനിക്കറിയത്തില്ല എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു ഓസ്ട്രിയൻ പ്രസിനെയാണ്. അങ്ങനെ ആ ഓസ്ട്രിയൻ പ്രസിനെ കണ്ടുപിടിച്ചു, അദൃശ്യമായിട്ട് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ അയാളുമായിട്ട് പരിചയപ്പെട്ടു. അയാൾ എനിക്ക് 1 ലക്ഷം രൂപ തന്നു. ആ 1 ലക്ഷം രൂപ കൊണ്ടാണ് അന്നത്തെ കാലത്ത് അവിടെ 1 ഏക്കർ സ്ഥലം ഞാൻ മേടിച്ചു. ഇപ്പം മഹേറിന് 43 വീടുണ്ട്. മുളന്തുരുത്തിയിൽ 2 വീടുണ്ട്, 1 പെൺകുട്ടികൾക്കും 1 ആൺകുട്ടികൾക്കും. നമ്മുടെ അവിടുത്തെ പ്രൊജക്ട് മാനേജർ വിജയൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വന്നാൽ നന്നായിരുന്നു. ഇവരോടൊക്കെയാണ് എനിക്ക് നന്ദിയുള്ളത്. കാരണം ഇങ്ങനെയുള്ള നല്ല ആൾക്കാർ, കൊച്ചുമോൻ, ലാലി, ഇവരൊക്കെയാണ് ഈ വിജയൻ ഒന്നിങ്ങോട്ട് ഇവരാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇപ്പം 240ഓളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. കേരളത്തിലെ പ്രോജക്റ്റാണ് ഏറ്റവും ചെറുത് എന്തെങ്കിലും. പക്ഷേ പൂനെ, ജാർഖണ്ഡ്, കൽക്കട്ട, അങ്ങനെ പല രത്നഗിരി, വില്ലേജ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് ഇത് ആരാണ്, എങ്ങനെയാണ് നമ്മുടെ വളർത്തുന്നത്, ഈ ചേരിൽ കിടക്കുന്നവരെയാണ് ഞങ്ങൾ പെറുക്കുന്നത്. ഒരുപാട് പിള്ളേരുണ്ട്, 872 പിള്ളേർ ഇപ്പം എൻ്റെ കൂടെയുണ്ട്. മക്കളൊക്കെ ഉണ്ട്, കുറച്ച് പിള്ളേർ കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഇവിടെ ഇല്ലേ വിജയൻ? ഉണ്ട്. കുറച്ച് പിള്ളേർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പിള്ളേർ കുറച്ച് പേരുള്ളപ്പോൾ ലീവിന് പോയിരിക്കാം. അതുപോലെ തന്നെ സ്ഥലയ്ക്ക് സ്ത്രീയില്ലാണ്ട് റോട്ടിൽ കിടക്കുന്ന സ്ത്രീകളെ ഞങ്ങളെടുക്കും. അതുപോലെ തന്നെ ആണുങ്ങളും റോട്ടിൽ കിടക്കുന്നവരെ ഞങ്ങൾ പെറുക്കിയെടുക്കും. ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് 2 വീടുണ്ട്, പെണ്ണുങ്ങൾക്കായിട്ട് 5 വീടുണ്ട്, മക്കൾക്കായിട്ട് 34 വീടോളം പല സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്നെ പല സ്ഥലത്തും വിളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കിപ്പം അത്യാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റഡ് പീപ്പിൾ, ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കാനായിട്ട് ആൾക്കാരെ വേണം. അങ്ങനെയുള്ളവരാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ലവണ്ണം അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. അങ്ങനെയുള്ള സ്റ്റാഫിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എനിക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇപ്പം ആദ്യം പള്ളിയായിട്ട് വലിയതായിരുന്നു. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു മതമായിട്ടുള്ളതല്ല ഞാൻ തുടങ്ങിയത്, ആൾക്കാർക്ക് വേണ്ടി തുടങ്ങാണ്. അപ്പം എല്ലാവർക്കും എന്നോടൊരു പുച്ഛമായിരുന്നു. ഇപ്പം ഞാൻ ഇന്ത്യ ഫെയ്ത്ത് ഉള്ള ഒരു ഇതിലിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ക്രിസ്തു പഠിപ്പിച്ചു തന്ന തത്വങ്ങളെ മൂർത്തി പിടിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും മതങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലുള്ള പിള്ളേരെയും സ്ത്രീകളെയും ഞാൻ എടുക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുകയും ചെയ്യണം. കാരണം ഒരുപാട് പേരൊക്കെ വിളിക്കുന്നുണ്ട്, ഇത്രയും പൈസ കണ്ടുപിടിക്കുക, ഇത്രയും പേർക്ക് വീട് പണിയുക, ഇതൊന്നും എളുപ്പ പണിയല്ല. പക്ഷെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ എനിക്ക് കിട്ടി, അത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എന്നെ വീണ്ടും ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്ത എല്ലാ മെമ്പേഴ്സിനും, ഈ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാവർക്കും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. കാരണം എനിക്കറിയാം തിരഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ മക്കളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരണം എൻ്റെ അടുത്തൊക്കെ. പൂന പ്രത്യേകിച്ച് ഇവിടെയും പിന്നെ മുളന്തുരുത്തിയിൽ വന്ന് കണ്ടാലും ഒത്തിരി നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്.
പള്ളിയുടെ ഒരു ചെറിയ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഉപഹാരമാണ് സമർപ്പിച്ചത്. സഭാസ്ഥാനികളെ പരിചയപ്പെടുത്തുന്നതിനായി അസിസ്റ്റന്റ് വികാരി ഫാദർ മർക്കോസ് സർക്കോസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യ ഡോക്ടർ യോഹാനൻ മാർ ദിയസ്കോറോസ് എമിലി, ഉമ്മൻചാണ്ടി സാർ, വൈദികർ, വിശിഷ്ടാതിഥികളെ, ക്രിസ്തുവിൻ്റെ വലിയ ഭടനായ ഗീവർഗീസ് പുണ്യവാണന്റെ ചരിത്രഭൂമിയിലേക്ക്, ചരിത്ര ഏടുകളിൽ നിൽക്കുന്ന ഈ വലിയ പെരുന്നാളിലേക്ക്, ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2000 വർഷം പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സഭാസ്ഥാനികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. 2017 മാർച്ച് 1-ാം തീയതി അവർ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വൈകിയ വേളയിൽ വളരെ വിശുദ്ധമായി അവരെ പരിചയപ്പെടുത്തുന്ന ഞാൻ മുതിരുന്നില്ല. എങ്കിലും അവരുടെ ചില ജീവിത സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളാം. ഡോക്ടർ എം.ഒ. ജോണച്ചൻ 25ാമത് മലങ്കര അസോസിയേഷൻ വൈദിക ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വേദശാസ്ത്രത്തിൽ ഉന്നത ബിരുദവും സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റും നേടി. ഓർത്തഡോക്സ് വൈദിക സെമിനാരി അധ്യാപകൻ, ഓർത്തഡോക്സ് കാതോലിക്ക് ഡയലോഗ് കമ്മീഷൻ അംഗം, ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് പ്രൊഫസർ, കുമ്പമൺ, അങ്കമാലി, കോട്ടയം, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ അധ്യാപകൻ, ചരിത്രാന്വേഷണി, എഴുത്തുകാരൻ, പ്രസംഗകൻ തുടങ്ങിയ നിലകളിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ, ബഹുമാനപ്പെട്ട അച്ഛനെ, ഈ വേദിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ വിനയപുരസ്സരം പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. അൽമായ ട്രസ്റ്റിയായി 2017 മാർച്ച് 1-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് പോൾ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രസിഡന്റ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് മെഡിക്കൽ കോളേജ് സംഘടനയുടെ സെക്രട്ടറിയും മുഖ്യ വക്താവും, സിൻഡെക്സ് വ്യവസായ ശൃംഖലയുടെ വൈസ് ചെയർമാൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഒരു വ്യവസായി എന്ന നിലയിലും സഭാസ്നേഹി എന്ന നിലയിലും തൻ്റെ വ്യക്തിമുദ്ര സമൂഹത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിലെ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. മലങ്കര അസോസിയേഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ബിജു ഉമ്മൻ, നിരണം കവിയൂർ ശ്രീവാപ്പള്ളി ഇടവാങ്ങമാണ്. സൺഡേ സ്കൂൾ, സുവിശേഷ സംഘം, സഭയുടെ വിവിധ തലങ്ങളിലും ലീഗൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ നിയമോപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവല്ല കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലും സദസ്യരുമുള്ളവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കറിയാം, കലയ്ക്ക് വേണ്ടി എന്നുള്ള വിഖ്യാതമായ ഒരു വാക്യമുണ്ട്. ജീവിതത്തിൽ കല നമ്മളെ പലപ്പോഴും നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും പലതും നമ്മളെ തിരിച്ചറിയുവാൻ പ്രാപ്തമാക്കുന്നതാണ്. അതിന് ഗ്രീക്കിൽ കഥാർസിസ് എന്നാണ് പറയുന്നത്. ആധുനിക ലോകത്ത് സിനിമ എന്ന് പറയുന്നത് കലകളിൽ മുഖ്യമായ സ്ഥാനം പ്രാപിക്കുന്ന ഒന്ന് തന്നെയാണ്. മലയാള സിനിമയിലെ ജനപ്രിയ താരമായ ഭഗത് ഫാസിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയുടെ ആവശ്യമില്ല. അഭിനേതാവ്, നിർമ്മാതാവ് എന്ന നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. 19ാം വയസ്സിൽ പിതാവായ ഫാസിലിന്റെ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വരികയും കുറെ ഇടവേളയ്ക്ക് ശേഷം കേരള കഫേ എന്ന സിനിമയിലൂടെ തൻ്റെ വ്യക്തിമുദ്ര ഈ മലയാള സിനിമയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏവരുടെയും പേരിൽ ഈ സദസ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഭാസ്ഥാനികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. വൈദിക ട്രസ്റ്റി ഫാദർ എം.ഒ. ജോണിന് ഫാദർ കുര്യൻ തോമസ് ഉപഹാരം സമർപ്പിക്കുന്നു.
അൽമായ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് പോളിന് ഫാദർ മാർക്കോസ് ജോസ് ഉപഹാരം സമർപ്പിക്കുന്നു. Association Secretary Advocate Biju Menon, Father Marcos ഉപഹാരം സമർപ്പിക്കുന്നു. സഭാസ്ഥാനികൾ 3 പേരെയും പ്രതിനിധീകരിച്ച് മറുപടി പ്രസംഗത്തിനായി വാദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എൽമോ ജോണിനെ സ്വാഗതം ക്ഷണിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസ് സെക്രട്ടറി, ചെന്നൈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തായി, ഇന്ന് ഈ വേദിയിൽ ഉപവിഷ്ടനായി ഈ യോഗം നിയന്ത്രിക്കുന്ന ആളുമായ അഭിമന്യ ഡോക്ടർ യുഹാനൻ മാത്യാസ് ഫെറോസ് തിരുമേനി, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളിയുടെ അരുമസന്താനം മലങ്കര സഭയുടെ ഓമനപുത്രൻ ശ്രീ ഉമ്മൻചാണ്ടി, ഇന്ന് ആദരിക്കപ്പെടുന്നതായ ഡോക്ടർ വർഗീസ് കുര്യൻ, സിസ്റ്റർ ലൂസി കുര്യൻ, ഫാദർ പാസിൽ, അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിമന്യരായ വൈദികരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അസോസിയേഷൻ അംഗങ്ങളായിട്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികളെ, അതേപോലെ തന്നെ സഭയുടെ വിവിധ ഇടവകകളിൽ നിന്ന് വന്നു ചേർത്തിട്ടുള്ള ദൈവജനമേ, കർത്തൃനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെ വളരെ ആദരവോടുകൂടിയാണ് ഈ സ്നേഹ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുന്നത്. ഞാൻ മാത്രമല്ല, സഭാസ്ഥാനികളായ പ്രിയപ്പെട്ട അൽമായ ട്രസ്റ്റി ജോർജ് പോൾ സാറും, അതേപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹാദരവുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാലം കൊണ്ട് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി 6 മാസത്തിന് മുമ്പേ കൽപ്പന പുറപ്പെടുവിക്കണം. മാർച്ചിൽ 6 മാസം മുമ്പ് ഒക്ടോബറിൽ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ തന്നെ സഭയിൽ മുഴുവൻ ഉയർന്നു കേട്ട ഒരു ശബ്ദമായിരുന്നു, വി നീഡ് എ ചേഞ്ച്. ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. സഭാംഗങ്ങൾ പറഞ്ഞ മുദ്രാവാക്യമായിരുന്നു. അത് സഭ മുഴുവനും ഏറ്റെടുത്തു. ആ മാറ്റത്തിൻ്റെ പ്രതിനിധികളായിട്ട്, സന്താനങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് ഇവിടെ ഈ വേദിയിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസ് സെക്രട്ടറിയും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ നമ്മുടെ പിതാക്കന്മാർ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ഇപ്പൊ ഉള്ളത് ഉയർപ്പ് കാലഘട്ടം. ഈ ഉയർപ്പ് കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നോമ്പിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കുമ്പിടിയിലിന്റെയും വർജനത്തിന്റെയും ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഉയർപ്പ് പെരുന്നാളുകൊണ്ട് കഴിയുക. ഇവിടെ ഇനി ബഹിഷ്കരണമില്ല, ബോയ്ക്കോട്ടില്ല, നോമ്പില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല. സന്തോഷമാണ്, സമാധാനമാണ് സഭ ആഗ്രഹിക്കുന്നത്. ആ വലിയ ശബ്ദമാണ് സഭാംഗങ്ങൾ ഉയർത്തിയത്. ആ ശബ്ദമാണ്, ആ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദിശയിൽ തന്നെ മലങ്കര സഭ പോകും. കഴിഞ്ഞ 5-8 വർഷങ്ങളായിട്ട് സഭാതലത്തിൽ സഭയ്ക്ക് എന്തെങ്കിലും ഒക്കെ പ്രയാസങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണ ശക്തമായ ഒരു നേതൃത്വമാണ് ഇന്ന് മലങ്കര സഭയ്ക്കുള്ളതെന്നുള്ളതിൽ മലങ്കര സഭാംഗങ്ങൾക്ക് അഭിമാനിക്കാം. ആ അഭിമാനത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സഭാസ്ഥാനികൾ എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായ സഹകരണത്തിന് പിന്തുണയ്ക്കും പ്രിയപ്പെട്ട എല്ലാവരുടെയും സ്നേഹാദരവുകൾക്ക് നന്ദി അറിയിക്കുന്നു. മുമ്പോട്ടുള്ള പോക്കിൽ സഭ ഒന്നിച്ചു പോകും. സഭയുടെ രാഷ്ട്രീയമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ഏതെല്ലാം കാര്യത്തിൽ സഭയുടെ സേവനങ്ങൾ പ്രകടമാക്കണമോ ആ മേഖലകളിലൊക്കെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അത് നിർവഹിക്കാനായിട്ട് സഭയ്ക്ക് സാധിക്കും. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിന്റെ സഹകരണത്തിൽ, സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെയും മറ്റൊന്നിച്ചുള്ളതായ പോക്കിൽ സഭയെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എല്ലാ സ്നേഹാദരവുകൾക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. സാധാരണക്കാരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പുതുപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ജോർജ് പബ്ലിക് സ്കൂളിന്റെ പ്രോസ്പെക്ടസ് പ്രകാശനം അഭിമന്യ ഡോക്ടർ യുഹാനൻ മാത്യാസ് ഫെറോസ് തിരുമേനി, ഇടവക വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ കുര്യൻ തോമസ് നൽകി പ്രകാശനം ചെയ്യുന്നു.
പ്രിയപ്പെട്ടവരെ, വളരെ വലുതായി വളർന്നു വരുന്ന ഒരു സ്കൂളിൻ്റെ പ്രോസ്പെക്ടസ് ആണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ജോർജിയൻ പബ്ലിക് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തി ആഗോളതലത്തിൽ പ്രശസ്തി ആർജിച്ച് വളർന്നു വരുന്നു. ബലഹീനന്റെ കയ്യിൽ അതിന് ചുമതലക്കാർ ഏകദേശം 12 ഇന പദ്ധതികൾ അടുത്ത വർഷം നടപ്പിൽ വന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി എഴുതി നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതായ മറ്റ് സ്കൂളുകളുമായുള്ള ബന്ധത്തിലുള്ളതായ അക്കാഡമിക്, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ, എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ് മലയാളം ഭാഷയിലുള്ളതായ പ്രാവീണ്യം, അതുപോലെ തന്നെ ട്രെയിനീസ്, ടീച്ചേഴ്സിന്റെ എക്സ്ചേഞ്ച്, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുമുള്ള അക്കാഡമിക് നിലവാരം പുലർത്തുന്നതായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ സ്കൂളിനെ കണക്ട് ചെയ്ത് ഇവിടെ പഠിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരവും അതുപോലെ തന്നെ പഠനേതര നിലവാരവും സാംസ്കാരിക നിലവാരവും ധാർമ്മിക നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയുള്ളതായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി ഈ വിദ്യാലയത്തിന് വേണ്ടതായ എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായി ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും അനുവാദത്തോടുകൂടി പരിശുദ്ധ സമുദായയുടെ മധ്യസ്ഥതയിൽ ഈ സ്കൂളിന്റെ അടുത്ത വർഷത്തേക്കുള്ളതായ പ്രോസ്പെക്ടസ് ഇവിടെ പ്രകാശനം ചെയ്തതായി അറിയിച്ചു കൊടുക്കുന്നു. പുതുതായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം 2016-17 മാനേജിംഗ് കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ പഠിപ്പിച്ച പണികഴിപ്പിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം അഭിനന്ദനത്തിനായി നിർവഹിക്കുന്നു. ബീനു തോമസ് ഓർഡറ, പേര് വിളിക്കുന്നവർക്ക് വീടിന്റെ വടക്കുവശം വഴി കയറി താക്കോൽ സ്വീകരിച്ച് പേരുവശം വഴി ഇറങ്ങുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബീനു തോമസ് ഓർഡറ, ദയവായി വേദിയിലേക്ക് കയറുക. ജോർജ് തുച്ചത്തിൽ, ജോയ് തുണ്ടിയിൽ, ജോസ് കപ്പിലാമൂട്ടിൽ, മേരി പത്രോസ് പട്ടമളത്തിൽ, സാറമ്മ മുതലാളി കരുണ. അഗ്നികേരള ചിത്രരചനാ മത്സരത്തിലെ നിറച്ചാർക്ക് വിജയികൾക്ക് സമ്മാനം നിർവഹിക്കുന്നതിനായി മലയാളത്തിലെ പ്രമുഖ നടനും യുവാക്കളുടെ ആവശ്യമായ ശ്രീ ഫഹദ് ഫസലിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് ആദിൽ ഫിലിപ്പ് ജോൺ. സെക്കൻഡ് പ്രൈസ് ആസാം മല്ല രജി.
Nathan Verghese Jimmy. LP section, first prize, Sadhya B. Second prize, Abhijit Vinoy. Third prize, Alina Elma John. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാണ് വേണ്ടിയത്. UP section, first prize, Pruvana S. Second prize, Ranjita R. Third prize, Gautam Hari. High school section, first prize, Abul Asraj. Second prize, Rishi K. Krishna. Third prize, Hari Govind. Higher secondary, first prize, Anjana S. Raj. Second prize, Nivisha Verghese. Third prize, Adarsh Kurian John. ശ്രീ ഫഹദ് ഫാസിലുള്ള പള്ളിയുടെ ഉപഹാരം ഇപ്പോൾ ട്രസ്റ്റി കുര്യൻ തട്ടി സമർപ്പിക്കുന്നു. ബാംഗ്ലൂർ ഡേയ്സ്, മാഹേഷിന്റെ പ്രതികാരം, അന്നയും പ്രസൂലും, ഡയമണ്ട് നെക്ലേസ്, യോബിന്റെ പുസ്തകം, ആമൈൻ, ടേക്ക് ഓഫ്, ചിത്രങ്ങളുടെ നിര ഇങ്ങനെ നേടുകയാണ്. സിനിമ രക്തത്തിൽ അലഞ്ഞേർന്ന അനവധി അവാർഡുകൾ നേടിയ നമ്മുടെ ഫാസിലിന്റെ മകന്, നമ്മുടെ നസ്രിയുടെ പ്രിയതമന്, ചെറുപ്പക്കാരുടെ ആവേശമായ ശ്രീ ഫഹദ് ഫാസിലിന് പുതുപ്പള്ളിക്കാരോട് ഒത്തിരി പറയാനുണ്ടാവും. മലേഷ്യയിലെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിയ ശ്രീ ഫഹദ് ഫാസിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിനായി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള വേദിയിലിരിക്കുന്ന മുറുക്കന്മാരെ, മറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, പെട്ടെന്ന് സംസാരിക്കാൻ വിളിച്ചപ്പോൾ സംസാരിക്കാൻ എന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി. 2-3 കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഒന്ന്, ഇവിടുത്തെ അവാർഡ് ജേതാക്കൾ, അവരുടെയൊക്കെ അച്ചീവ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. സിസ്റ്റർ ലിസി ഇവിടെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ സിസ്റ്ററിന് പ്രോമിസ് ചെയ്യുന്നു, കുറച്ചുകൂടെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുന്നതായിരുന്നു. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്ത് സഹായത്തിനും ഞാൻ തയ്യാറുമാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. 2 തവണ മുൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് ഞാൻ കാണുന്നത്. സാധാരണ അദ്ദേഹത്തെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. എന്തെങ്കിലും ലൊക്കേഷൻ പെർമിഷൻസിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹം വിളിച്ച് ഒരു ആവശ്യം പറഞ്ഞത്. അത് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ദേവാലയത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. പുതുപ്പള്ളിക്കാരൻ മാത്രം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ കേൾക്കുമെന്ന് എനിക്കറിയാം. ഒരു പദവിയും വേണ്ട എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാർ മാറിയിരിക്കരുത്. പുതുപ്പള്ളിക്കാര് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, മുന്നിൽ തന്നെ നിന്ന്. അതും അദ്ദേഹത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി മുന്നിൽ നിന്ന് നമ്മളെല്ലാവരെയും നയിക്കണമെന്ന് ഇന്ന് ഈ വേദിയിൽ നിന്ന് ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെയൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച ഓരോരുത്തർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
സത്യസന്ധമായി എൻ്റെ സിനിമകളിലൂടെ ഞാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ജീവിതത്തെ കാണുക, നിങ്ങളുടെ തിങ്കിങ് സ്ട്രെയിറ്റ് ആകുക. അത് മാത്രമേ എൻ്റെ സിനിമകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ സിനിമകൾ കണ്ട് ആരും ചീത്താകരുതെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമാണ് മലേഷ്യയിലെ കുരിശിൽ നിന്നും എത്തിച്ചേർന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം തിരിച്ച് മലേഷ്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ആശംസാ പ്രസംഗങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ നേരുന്നതിനായി ട്രസ്റ്റി ശ്രീ പി.എം. ചാക്കോ പാലക്കുന്നിൽ ക്ഷണിക്കുന്നു. എഴുന്നേറ്റ് ഓടരുത്, എല്ലാവർക്കും ഭക്ഷണമൊക്കെ തരാം, 5 മിനിറ്റ് നേരം എല്ലാവരും ശാന്തരായിട്ടിരിക്കണമെന്ന് പറയുകയാണ്. വേദിയിലിരിക്കുന്നതായ എല്ലാ വിശിഷ്ട അതിഥികളെ, ഇവിടെ കൂടി വന്നിരിക്കുന്നതായ എല്ലാവരുടെ ഈ വർഷത്തെ നമ്മുടെ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം പലവിധമായ പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പുതുപ്പള്ളി പള്ളി സ്ഥാപിച്ചിട്ട് 460 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1557 സ്ഥാപിക്കപ്പെട്ട കൊച്ചുപള്ളി ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പോലീസ് ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നമ്മളിതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന ബഹുമതിയാണ്. എന്നാൽ ഈ വർഷം നമ്മൾ ജോർജിയൻ ചാരിറ്റി അവാർഡ് കൂടി ഏർപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളെ കൂടി ആദരിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ 2 ചാരിറ്റി പ്രവർത്തകരെ ഒരുപോലെ ആദരിച്ചത്. ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന പദവി നൽകി ഡോക്ടർ വർഗീസ് കുര്യൻ സാറിനെ നമ്മൾ ആദരിച്ചിട്ടുണ്ടായി. കുര്യൻ സാറിനെ കുറിച്ച് എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ മഞ്ജുവിൻ്റെ തലക്കേറി എല്ലാം പറഞ്ഞു പോയതാണ്. 1962 തമിഴ്നാട്ടിൽ ജനിച്ച കുര്യൻ സാറ് വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും കോഴിക്കോട് സ്കൂളിലാണ് നടത്തപ്പെട്ടത്. അതിനുശേഷം എഞ്ചിനീയറിംഗ് പാസ്സായി തന്റെ പിതാവിന്റെ ബിസിനസ് ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1986 ഗൾഫിലെത്തി. ഗൾഫിനെ ഒരു സ്വർഗമായി മാറ്റി, പ്രത്യേകിച്ച് ബഹ്റൈൻ എന്ന രാജ്യത്തെ ഇപ്പോഴത്തെ മോഡേൺ ബഹ്റൈനാക്കി മാറ്റിയത് വർഗീസ് കുര്യൻ സാറാണ്. കുര്യൻ സാറിനോടൊപ്പം ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളും ഈ കൂടെയുണ്ട്. അവർക്ക് എല്ലാവർക്കുമായി പ്രത്യേക ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ ലൂസി കുര്യൻ, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായ സിസ്റ്റർ ലൂസി കുര്യൻ മഹാരാഷ്ട്ര കേന്ദ്രമാക്കി മാഹേർ എന്ന പ്രസ്ഥാനം നടത്തുന്നു. ഏതാണ്ട് 7000 ശിഷ്ടം ആളുകളെ പെൺകുട്ടികളെ വികലാംഗരെ, തെരുവിൽ ഉറങ്ങുന്നവരെ, അൾഷിമേഴ്സ് ബാധിച്ചവരെ, ഓട്ടിസം ബാധിച്ചവരെ, അങ്ങനെ 7000 ശിഷ്ടം ആളുകളെ ഇന്ത്യയിലുടനീള സിസ്റ്റർ ലൂസി കുര്യൻ സംരക്ഷിച്ചു വരുന്നു. ലൂസി കുര്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പള്ളിയുടെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഭദ്രാസന അതിഥികൾ, ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് നമ്മൾ ഈ ദേവാലയത്തിൽ മലയാളി അസോസിയേഷൻ കൂടെയുണ്ടായി. അതിനുശേഷം അടുത്ത നൂറ്റാണ്ട് ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ടവരായ നമ്മുടെ സഭാ നേതാക്കന്മാരെ ഇവിടെ ആദരിക്കുന്നു. എല്ലാ സഭാസ്ഥാനികളും അവരൊക്കെ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഉത്തരക്കെതിരെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. മലയാള സഭയെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസ. ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ അനുഭവജ്ഞാനവും സ്വാധീനവും എന്നും പള്ളിക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കി തീർത്ത മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആതുര സേവന മേഖലയിലും നിർമ്മാണ പ്രവർത്തന മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും അധികായന്മാരായ ബഹ്റൈനിലെ അൽനാമ ഗ്രൂപ്പ് കമ്പനീസിന്റെയും VKL ഹോൾഡിംഗ്സിന്റെയും ചെയർമാനുമായ ഡോക്ടർ വർഗീസ് കുര്യൻ മലയാളികൾക്കെന്നല്ല ഏതൊരു ഭാരതീയം അഭിമാനമാണ്. ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി ഏറ്റുവാങ്ങിയ
ഡോക്ടർ വർഗീസ് കുര്യന് ആരോഗ്യ രംഗത്തും ബിസിനസ് രംഗത്തും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ്വരയുടെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് എന്നും ഉണ്ടാകട്ടെ. കൂടാതെ ഇത്രയും അധികം തിരക്കുകളുള്ള അദ്ദേഹം നമ്മുടെ പള്ളിയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ സ്നേഹാദരവുകൾ നമുക്ക് നൽകിയതിന് പുതുപ്പള്ളി പള്ളിയുടെ നാമത്തിൽ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. മാനുഷിക മൂല്യങ്ങൾക്ക് വില തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അശ്രദ്ധർക്കും കഷ്ടതയും നാം എല്ലാവരുടെ മേൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ദേവാലയത്തിന്റെ മേൽ പെരുന്നാളാദനങ്ങളുടെ മേൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേൽ നമ്മുടെ ഭൂമിയുടെ ആത്മാക്കളുടെ മേൽ ഇപ്പോൾ നയിക്കുണ്ടായിരിക്കുന്ന